ഇന്ന് നമുക്ക് ഐസ്ക്രീം ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ടൊരു കോൾഡ് കോഫി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ കോഫി ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്ന കോൾഡ് കോഫിയിൽ ഐസ്ക്രീമോ ഹെവി ക്രീമോ ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന, വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധാരണ കോൾഡ് കോഫി റെസിപ്പിയാണ്. ഇതിനായിട്ട് നമുക്ക് 1 കപ്പ് പാലാണ് വേണ്ടത്. അത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ വേണം. ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. പിന്നെ 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. ഇനി നിങ്ങൾക്ക് മധുരം തീരെ കുറവ് മതി എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. പിന്നെ വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ്. 4-5 ചെറിയ ഐസ് ക്യൂബ്സ് എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കോൾഡ് കോഫിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് തണുത്ത പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യത്തെ ഒരു 20 സെക്കൻഡോളം ഒന്ന് നോർമൽ സ്പീഡിലിട്ട് കറക്കിയെടുക്കണം. എന്നിട്ട് മധുരമൊക്കെ പാകത്തിനാണോന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷമാണ് ഹൈ സ്പീഡിലിട്ട് 1 മിനിറ്റോളം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ഹൈ സ്പീഡിൽ ചെയ്യുമ്പോഴാണ് ഇതിൽ ഐസ് ക്യൂബ്സ് ഒക്കെ നന്നായിട്ട് അലിയുന്നതും അതുപോലെ തന്നെ കോൾഡ് കോഫി പെർഫെക്റ്റ് ആയിട്ട് പതഞ്ഞു വരുന്നതും. കോൾഡ് കോഫിയുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ലെയേഴ്സ് ആയിട്ടത് വരുമ്പോഴാണ്. ഈ ലെയേഴ്സ് നല്ല ഭംഗിയായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ഫ്രീസറിൽ വെച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഇതുപോലൊരു ഗ്ലാസ് ജാറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്മൂത്തി ജാർ ഉണ്ടെന്നാണെങ്കിൽ അതിലേക്കോ ഒഴിച്ചു കൊടുത്തിട്ട് 5-10 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ചിൽ ടേസ്റ്റും കിട്ടും, അതുപോലെ തന്നെ പെർഫെക്റ്റ് ലെയേഴ്സും കിട്ടും. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി ഐസ്ക്രീം ഒക്കെ വേണം എന്നുള്ളവർക്ക് ഇതിൻ്റെ മീതെ ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ യമ്മി റെസിപ്പീസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.